മലയാളികളെ സല്യൂട്ട് ചെയ്യണമെന്ന്. I want to salute the people of Kerala today. ആരാണിത് പറഞ്ഞതെന്നോ? സാക്ഷാൽ രാജ്ദീപ് സർദേശായി. പ്രിയമുള്ളവരെ നമസ്കാരം. കേരളത്തെക്കുറിച്ച് ഈ പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ടു നോക്കിയേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിന് എത്തിയ ശേഷം അദ്ദേഹം ഒരു വ്ലോഗ് ചെയ്തു. ആ വ്ലോഗ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: The idea of being Malayali. You have temples, churches, mosques coexisting in harmony, a harmony that is reflected or that was reflected when I was shooting there for elections on my plate. കേരള ജനതയുടെ ഐഡന്റിറ്റി മതമല്ല, മറിച്ച് മലയാളി എന്നതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. കേരളത്തിൽ അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും തമ്മിൽ പരസ്പര സൗഹാർദ്ദത്തോടെ നിലകൊള്ളുന്നുവെന്ന നമുക്ക് സാധാരണമായ കാര്യവും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച രാജ്ദീപ് പ്രത്യേകം പരാമർശിക്കുന്നു. Because where else but in Kerala could I have mutton stew with appam for breakfast, fish curry rice, that mango fish curry rice for lunch, and a choice of pork or beef chili for dinner with no questions asked. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മട്ടൻ സ്റ്റൂവും, ലഞ്ചിന് നല്ല മാങ്ങായിട്ടും മീൻകറിയും ചോറും, ഡിന്നറിന് പോർക്കോ ബീഫ് ചില്ലിയോ, ഇങ്ങനെ ധൈര്യമായി തനിക്ക് ഇഷ്ടഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണെന്നും അദ്ദേഹം പറയാൻ മറക്കുന്നില്ല. No one even daring to even think of entering my kitchen and dictating food choices. മറ്റുള്ളവരുടെ അടുക്കള ചികയാത്തവരുടെ നാട്, ഇന്ത്യയുടെ വൈവിധ്യത്തെയും ബഹുസ്വരതയെയും ബഹുമാനിക്കുന്നവരുടെ നാട്. കേരളം ഇന്ന് ചിന്തിക്കുന്നത് പോലെ ഇന്ത്യ നാളെ ചിന്തിക്കണമെന്ന് രാജ്ദീപ് ആഹ്വാനം ചെയ്തു. സ്നേഹവും സൗഹാർദ്ദവും മതേതരത്വവും എന്നും നിലനിർത്തി തന്നെ ഞങ്ങളുടെ കേരളം ഇങ്ങനെ പോകും. താങ്ക് യു ഫോർ വാച്ചിങ്.